ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ലോൺസ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. ഈ കമ്പനിയുടെ കയ്യിൽ സർപ്ലസ് ഫണ്ട് കമ്പനിയുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അവർ ചിലപ്പോൾ അത് ദുരുപയോഗം ചെയ്യും, മിസ്യൂസ് ചെയ്യും ചിലപ്പോൾ ഫണ്ട്, അല്ലേ? അപ്പോൾ അത് ആ ഫണ്ട് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനീനെ വേറെ ഏതെങ്കിലും കമ്പനിക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോഡി കോർപ്പറേറ്റ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമോ അങ്ങനെ പ്രൊമോട്ട് ചെയ്യണ ഒരു സെക്ഷനാണ് സെക്ഷൻ 186. അപ്പോൾ ഇതുവഴി ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യത്തെ കുറച്ചും കൂടി സംരക്ഷിക്കും. അതുപോലെ തന്നെ ഈ ഫണ്ട് മിസ്മാനേജ്മെൻറ്റ് അത് ഒഴിവാക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, ഈ സെക്ഷൻ്റെ അകത്ത് പറഞ്ഞത് ഒരു കമ്പനി വേറൊരു ബോഡി കോർപ്പറേറ്റിനോ കമ്പനിക്കോ ലോൺസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, സെക്യൂരിറ്റി, ഗ്യാരണ്ടിയോ ഒക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ലിമിറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഇവർക്ക് എന്തെങ്കിലും ലോൺസ്, ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ലിമിറ്റിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ ലോൺസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ആദ്യമേ തന്നെ ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. എന്നിട്ട് അതിൻ്റെ അകത്ത് ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കണം. അതിനുശേഷം മാത്രമാണ് ഈ ലിമിറ്റിൽ താഴെ കമ്പനിക്ക് ലോൺസ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ലിമിറ്റിൽ 2 എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ് പ്ലസ് സെക്യൂരിറ്റീസ് പ്രീമിയം, ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും, അതിൻ്റെ 60%. ഓർ ഫ്രീ റിസർവ്സ് പ്ലസ് സെക്യൂരിറ്റീസ് പ്രീമിയം അത് ടോട്ടൽ ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും, അതിൻ്റെ 100%. അപ്പോൾ ഈ 2 എമൗണ്ട് എടുക്കുക. അതിൽ ഏറ്റവും ഹയർ എമൗണ്ട് ഏതാണോ ആ ഹയർ എമൗണ്ട് വരെയാണ് കമ്പനിക്ക് ലോൺസോ ഇൻവെസ്റ്റ്മെൻറ്റോ ചെയ്യാൻ പറ്റുള്ളൂ. പറഞ്ഞിരിക്കുന്ന ലിമിറ്റിനേക്കാളും കൂടുതൽ കമ്പനിക്ക് ലോൺസ്, ഇൻവെസ്റ്റ്മെൻറ്റോ ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അതിനുശേഷം മാത്രമേ ആ ലിമിറ്റിൽ അതുക്ക് മേലെ ലോൺസോ ഇൻവെസ്റ്റ്മെൻറ്റോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി എന്താണ് ഈ പറഞ്ഞ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഫ്രീ റിസർവ്സ്, സെക്യൂരിറ്റീസ് പ്രീമിയം, ഇതെന്തുകൊണ്ടാണിത് മൂന്നും കൂടി ആഡ് ചെയ്യാൻ കാരണം? അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റി ഞാൻ തരാം. എന്താണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ? ഒരു കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഷെയർ ഇഷ്യൂ വഴി ആ കമ്പനിക്ക് എത്രമാത്രം പൈസയാണോ അവരുടെ കയ്യിൽ കിട്ടിയത് ആ ആക്ച്വൽ മണീനെയാണ് നമ്മളവിടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ഷെയറിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. ഒരു ഷെയർ ഹോൾഡർ 10 രൂപ തന്നെ അടച്ചു. അപ്പോൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണ്? ₹10 per share. ഓക്കെ, ഇത് റിയൽ മണിയാണ്. ആ കമ്പനിയുടെ കയ്യിൽ ഇത്രയും മണി ആക്ച്വലായിട്ടുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ഇനി അടുത്ത ഫ്രീ റിസർവ്സ്. ഇതിൻ്റെ അകത്ത് പറയുന്നത് കമ്പനിയുടെ ലാഭത്തിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന റിസർവ്സ് ആണ്. അതിനാണ് ഫ്രീ റിസർവ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ജനറൽ റിസർവ് ഇൻക്ലൂഡ് ചെയ്യും, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള സർപ്ലസ്, റീറ്റെയിൻ ഏർണിങ്സ്, ഇതൊക്കെയാണ് ഫ്രീ റിസർവ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു എക്സ്ട്രാ പ്രോഫിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതും കമ്പനിയുടെ കയ്യിൽ റെഡി ക്യാഷ് ആയിട്ടുണ്ടാവും. ഇനി അടുത്തതാണ് സെക്യൂരിറ്റീസ് പ്രീമിയം. സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സാമ്പിൾ വഴി നോക്കാം. ഇപ്പോൾ ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ ₹10 വെച്ചോ. 10 രൂപയുടെ ഷെയർ ആ കമ്പനി 15 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ആ എക്സ്ട്രാ എമൗണ്ടിനെയാണ് നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 5 രൂപയാണ് സെക്യൂരിറ്റീസ് പ്രീമിയം. അതായത് ഇവിടെ നമ്മൾ ഷെയർ ഇഷ്യൂ വഴി നമുക്ക് എക്സ്ട്രാ എമൗണ്ട് കിട്ടുമല്ലോ, ആ എമൗണ്ടിനെയാണ് നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടിക്കഴിയുമ്പോൾ ഒരു കമ്പനിയുടെ ശരിക്കുള്ളൊരു ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ പറ്റും. ആ കമ്പനി എത്രമാത്രം ഫിനാൻഷ്യലി സ്ട്രോങ് ആണ്, സ്റ്റേബിളാണ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും നമുക്ക്. ഒരു സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. എത്രമാത്രം ഒരു കമ്പനിയുടെ കയ്യിൽ പൈസയുണ്ടോ അത്രമാത്രം അവർക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യാം, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, ഡെപ്പോസിറ്റ് സ്വീകരിക്കാം. അതാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കമ്പനിയുടെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ലോൺസോ ഇൻവെസ്റ്റ്മെൻറ്റോ ഡെപ്പോസിറ്റോ ചെയ്യാം. കുറവ് പൈസ ഉണ്ടെങ്കിൽ കുറച്ച് ലോൺസോ ഇൻവെസ്റ്റ്മെൻറ്റോ ഡെപ്പോസിറ്റ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യണ ലോണിൽ വരുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ, അത് ഗവൺമെൻറ് സെക്യൂരിറ്റിക്ക് എത്രമാത്രം ഇൻട്രസ്റ്റ് ആണോ പ്രൊവൈഡ് ചെയ്യണേ അതിനേക്കാളും കൂടി നിൽക്കണം. പിന്നെ ഈ ലോൺസ്, ഇൻവെസ്റ്റ്മെൻറ്റ് അതിനെ പറ്റിയിട്ടുള്ള സകല ഡീറ്റെയിൽസും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ ലോൺ പ്രൊവൈഡ് ചെയ്തത്, എത്ര എമൗണ്ടാണ്, പിന്നെ ആ ലോണിൻ്റെ നേച്ചർ, ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ നേച്ചർ എന്താണ്, സകല ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞത് എല്ലാ കമ്പനിയും നിർബന്ധമായിട്ടും ലോൺ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് രജിസ്റ്റേർഡ് ഓഫീസിൽ സൂക്ഷിച്ചു വയ്ക്കണം. അതുപോലെ തന്നെ ഇൻസ്പെക്ഷനൊക്കെ വരുമ്പോഴും അത് എടുത്ത് കൊടുക്കണം. കമ്പനിക്ക് ഡയറക്ടേഴ്സിന് ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഈ സെക്ഷൻ 186 നമുക്ക് ഈ പറഞ്ഞ മേഖലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് ബാങ്കിങ് കമ്പനി, ഇൻഷുറൻസ് കമ്പനി, ഹൗസിംഗ് ഫിനാൻസ് കമ്പനി, NBFC
ഈ സ്ഥാപനത്തിലൊന്നും നമുക്ക് ഈ സെക്ഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത സെക്ഷനാണ് സെക്ഷൻ 187. ഇതിനകത്ത് പറഞ്ഞത് ഇപ്പോൾ കമ്പനി എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ അത് കമ്പനിയുടെ പേരിൽ തന്നെ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓണർഷിപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ കമ്പനിയുടെ പേരിൽ മാത്രമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വേറെ ആളുടെ പേരിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ച് എക്സെപ്ഷൻ കേസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നോമിനി ഹോൾഡിങ്സ്. ശരിക്കും നോമിനിയുടെ പേരിലായിരിക്കും ആ ഷെയർസ് ഇരിക്കുന്നത്, പക്ഷേ ആ ഷെയർസ് വേണമെങ്കിൽ കമ്പനിയുടെ കയ്യിൽ വയ്ക്കാം. അതുപോലെ തന്നെ സബ്സിഡറിയുടെ ഷെയർസ്, അതുപോലെ തന്നെ ഡെപ്പോസിറ്റിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പിന്നെ സെക്യൂരിറ്റി ഫോർ ലോൺ, ഇതൊക്കെയാണ് എക്സെപ്ഷൻ കേസ്. പിന്നെ കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് ബന്ധപ്പെട്ട രജിസ്റ്റർ സൂക്ഷിച്ച് വയ്ക്കണം. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് സകലവും ഉണ്ടായിരിക്കണം. എക്സെപ്ഷൻ കേസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തില്ല, അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. പിന്നെ ആ ഡീറ്റെയിൽസിൻ്റെ അകത്ത് ആ ആളുടെ പേരും എന്തുകൊണ്ടാണിത് ഹോൾഡ് ചെയ്യാൻ കാരണം അതിൻ്റെ റീസണും പറഞ്ഞിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് രജിസ്റ്റേർഡ് ഓഫീസിലായിരിക്കണം സൂക്ഷിച്ച് വയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ സെക്ഷനകത്ത് പറയുന്നത്. അടുത്തത് ഡെപ്പോസിറ്റ്സ്, അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 2 കമ്പനിയുണ്ട് അല്ലേ, പ്രൈവറ്റ് കമ്പനിയുണ്ട്, പബ്ലിക് കമ്പനിയുണ്ട്. ഈ പ്രൈവറ്റ് കമ്പനിക്ക് അവരുടെ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രമാണ് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതേസമയം പബ്ലിക് കമ്പനിക്ക് അവരുടെ മെമ്പേഴ്സിൽ നിന്നും അതുപോലെ തന്നെ പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കാം. അടുത്ത ലിമിറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പ്രൈവറ്റ് കമ്പനിക്ക് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രമാണ് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതിനും ഒരു ലിമിറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ് പ്ലസ് സെക്യൂരിറ്റീസ് പ്രീമിയം, ഇതിൻ്റെ ടോട്ടൽ എമൗണ്ടിൻ്റെ 35% വരെയാണ് പ്രൈവറ്റ് കമ്പനിക്ക് അവരുടെ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പബ്ലിക് കമ്പനി എന്ന് പറയുമ്പോൾ ഇവിടെ 2 കാറ്റഗറി ഉണ്ട്. ഗവൺമെൻറ് കമ്പനിയും എലിജിബിൾ പബ്ലിക് കമ്പനിയും. ഗവൺമെൻറ് കമ്പനി അവരുടെ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് 35% വരെയാണ് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് 25% വരെയാണ് ഇത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. എലിജിബിൾ പബ്ലിക് കമ്പനി മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് 10% വരെയാണ് അവർക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പബ്ലിക്കിൽ നിന്ന് 25% വരെയാണ് അവർക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. എന്താണ് എലിജിബിൾ പബ്ലിക് കമ്പനി? ഇത് പബ്ലിക് കമ്പനിയാണോ ഈ പറയാൻ പോണ ഏതെങ്കിലും 2 കണ്ടീഷൻ മീറ്റ് ചെയ്യണത്, ആ കമ്പനീനെ നമ്മൾ എലിജിബിൾ പബ്ലിക് കമ്പനി എന്ന് പറയും. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, നെറ്റ് വർത്ത് ₹100 crore അതിമേളിൽ വേണം, അല്ലെങ്കിൽ ടേൺ ഓവർ ₹500 crore അതിമേളിൽ വേണം. ഓക്കെ, ഇത് ഏതെങ്കിലും 2 കണ്ടീഷൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പബ്ലിക് കമ്പനീനെ നമ്മൾ എലിജിബിൾ പബ്ലിക് കമ്പനി എന്ന് വിളിക്കും. ഡെപ്പോസിറ്റിൻ്റെ ടെന്യൂർ പീരീഡ് എത്രയാണെന്ന് നോക്കാം. മിനിമം പീരീഡ് 6 months, മാക്സിമം പീരീഡ് 36 months, അതായത് 3 years. ഇനി അടുത്തത് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. ഈ പറയാൻ പോകുന്ന സ്റ്റെപ്സ് എല്ലാം എടുത്തതിന് ശേഷം മാത്രമേ മെമ്പേഴ്സിൽ നിന്ന് പബ്ലിക് കമ്പനി ആണെങ്കിലും പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പബ്ലിക് കമ്പനി ആണെങ്കിലും പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും ആദ്യം ഒരു ജനറൽ മീറ്റിംഗ് വിളിക്കണം. എന്നിട്ട് ആ ജനറൽ മീറ്റിങ്ങിൽ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കണം. അതിനുശേഷം ഒരു സർക്കുലർ അവർ ഡ്രാഫ്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യണം. അതായത് അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, ക്രെഡിറ്റ് റേറ്റിംഗ്, ഡെപ്പോസിറ്റ്സ് നെയിം ആൻഡ് എമൗണ്ട്, ഇതെല്ലാം കൂടി അടങ്ങിയ ഒരു സർക്കുലർ അവർ പ്രിപ്പയർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് നോ ഡിഫോൾട്ട് ഇൻ റീപേയ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, അതായത് ഞങ്ങൾ ഇത്രയും നാളും സ്വീകരിച്ച എല്ലാ ഡെപ്പോസിറ്റിനും ഒരു വിട്ടുവീഴ്ചയും വരാത്ത രീതിയിൽ ഞങ്ങൾ റീപേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ളൊരു സർട്ടിഫിക്കറ്റ് പ്രിപ്പയർ ചെയ്യാം. അതിനുശേഷം ഈ പറയുന്ന സർക്കുലറും സർട്ടിഫിക്കറ്റും ROCക്ക് 30 ദിവസത്തിനുള്ളിൽ അത് ഫയൽ ചെയ്യണം. അതിനുശേഷം ഈ ഡെപ്പോസിറ്റേഴ്സിന് വേണ്ടിയിട്ടൊരു ട്രസ്റ്റീനെ കണ്ടുപിടിച്ച് അപ്പോയിൻ്റ് ചെയ്യണം. എന്നിട്ട് ഒരു ഡെപ്പോസിറ്റ് ട്രസ്റ്റ് ഡീഡ് എക്സിക്യൂട്ട് ചെയ്യണം. എന്നിട്ട് മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഒരു സർക്കുലർ ഇഷ്യൂ ചെയ്യണം. അതായത് അവരുടെ കയ്യിൽ നിന്ന് ആ കമ്പനി ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിനുശേഷം ഡെപ്പോസിറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു സെക്യൂരിറ്റി കമ്പനി ക്രിയേറ്റ് ചെയ്യണം. കഴിഞ്ഞിട്ട് മെമ്പേഴ്സിൽ നിന്ന് ഡെപ്പോസിറ്റ് കിട്ടും. ഡെപ്പോസിറ്റ് കിട്ടിക്കഴിയുമ്പോൾ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് 21 ദിവസത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്യണം. അതിനുശേഷം ആ ഫിനാൻഷ്യൽ ഇയറിൽ മെച്യൂർ ആവാൻ പോസിബിളുള്ള ഡെപ്പോസിറ്റ് ഉണ്ടാവുമല്ലോ, അത് 13th ഏപ്രിലിന് മുമ്പ് അതിൻ്റെ 20% DRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. DRR അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് റീപേയ്മെൻറ്റ് റിസർവ് അക്കൗണ്ട്, അതിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ DRR അക്കൗണ്ടില്ലേ,
ആ അക്കൗണ്ടിലുള്ള പൈസ നമുക്ക് ആ ഡെപ്പോസിറ്റ് റീപേയ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒരു പർപ്പസിന് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് 13th ജൂണിന് മുമ്പായിട്ട് തന്നെ DPT-3 ഫോം പൂരിപ്പിച്ചിട്ട് റിട്ടേൺ ഓഫ് ഡെപ്പോസിറ്റ്സ് അതെല്ലാം ROCക്ക് ഫയൽ ചെയ്യണം. അതിനുശേഷം മെച്യൂർ ആവണനുസരിച്ച് ഡെപ്പോസിറ്റും അതിൻ്റെ ഇൻട്രസ്റ്റും കൂടി നമ്മൾ റീപേ ചെയ്യണം. അപ്പോൾ ഇത്രേ ഉള്ളൂ സ്റ്റെപ്സ്. ഞാൻ അടുത്തത് പബ്ലിക്കിൽ നിന്ന് നമ്മൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കുമ്പോൾ ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ് നമ്മൾ ഫോളോ ചെയ്യണം. ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ ഈ പറഞ്ഞ പബ്ലിക് കമ്പനിക്ക് മാത്രമാണ് പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷെ എല്ലാം പബ്ലിക് കമ്പനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത എലിജിബിൾ പബ്ലിക് കമ്പനിക്ക് മാത്രമാണ് പബ്ലിക്കിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം ആ പബ്ലിക് കമ്പനി എലിജിബിൾ ആണോ നോക്കണം. ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സമ്മതം കിട്ടണം. എന്നിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കണം. നമ്മളൊരു ലിമിറ്റ് പഠിച്ചില്ലായിരുന്നോ, 25% ലിമിറ്റ്. 25% ലിമിറ്റ് വരെയാണ് നമ്മൾ ആ ഡെപ്പോസിറ്റ് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കണം. നമ്മൾ പറഞ്ഞിരിക്കുന്ന ലിമിറ്റില്ല 25%, അതിൽ കൂടുതൽ ഡെപ്പോസിറ്റ് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അപ്പോൾ ഈ പറഞ്ഞ റെസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷം നമ്മൾ റെക്കഗ്നൈസ്ഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയിൽ നിന്ന് ക്രെഡിറ്റ് റേറ്റിംഗ് ലഭിക്കണം. അതിനുശേഷം ഒരു സർക്കുലർ പ്രിപ്പയർ ചെയ്തിട്ട് ROCക്ക് അയച്ചു കൊടുക്കണം. എന്നിട്ടൊരു ട്രസ്റ്റീനെ അപ്പോയിൻറ്റ് ചെയ്യണം. എന്നിട്ടൊരു ഡെപ്പോസിറ്റ് ട്രസ്റ്റ് ഡീഡ് അയാളായിട്ട് ഉണ്ടാക്കണം. എന്നിട്ട് DPT-1 ആ ഫോം പൂരിപ്പിച്ചിട്ട് പത്രത്തിൽ ലോക്കൽ ലാംഗ്വേജിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലും വെബ്സൈറ്റിലൊക്കെ ഒരു സർക്കുലർ ഇഷ്യൂ ചെയ്യുക. ഇഷ്യൂ ചെയ്ത് പത്രത്തിൻ്റെയൊക്കെ പരസ്യം കണ്ട് ആൾക്കാർ ഡെപ്പോസിറ്റ് ചെയ്യാൻ വരും. അപ്പോൾ കമ്പനി ആ ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, അതനുസരിച്ച് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യുക. പിന്നെ ആ ഡെപ്പോസിറ്റർ എന്തോരം ഉണ്ടോ അതനുസരിച്ച് സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് സ്റ്റെപ്സ്. പിന്നെ പറഞ്ഞത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ, RBI പറഞ്ഞിരിക്കുന്ന റേറ്റിനേക്കാളും കുറവായിരിക്കണം. ഓക്കെ, പിന്നെ ഡെപ്പോസിറ്റ് സംബന്ധിച്ചായിട്ടുള്ള രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. അതായത് ആ രജിസ്റ്ററിൻ്റെ അകത്ത് പേര് വേണം, അഡ്രസ്സ് വേണം, പാൻ, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് നമ്പർ, ഡേറ്റ്, എമൗണ്ട്, പിന്നെ ടൈം പീരീഡ് ഓഫ് ഡെപ്പോസിറ്റ്, പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഡ്യൂ ഡേറ്റ്, പിന്നെ പർട്ടിക്കുലേഴ്സ് ഓഫ് സെക്യൂരിറ്റി എല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. എന്നിട്ട് ആ രജിസ്റ്റർ ഓഫ് ഡെപ്പോസിറ്റ് രജിസ്റ്റേർഡ് ഓഫീസിൽ മിനിമം 8 വർഷം എങ്കിലും സൂക്ഷിച്ച് വെക്കണം. ഇനി അടുത്ത ക്രിയേഷൻ ഓഫ് സെക്യൂരിറ്റി, അതായത് നമ്മൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കുമ്പോൾ അതനുസരിച്ചുള്ള സെക്യൂരിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് കമ്പനിയുടെ സ്പെസിഫിക് മൊബൈൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്പെസിഫിക് ഇമൊബൈൽ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഡെപ്പോസിറ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ചിലപ്പോൾ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു പക്ഷേ കമ്പനി അത് റീപേ ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് വഴി ഡെപ്പോസിറ്റേഴ്സിന് എമൗണ്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഡെപ്പോസിറ്റേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ട്രസ്റ്റീനെ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മെമ്പേഴ്സിനാണെങ്കിലും പബ്ലിക്കിനാണെങ്കിലും സർക്കുലർ ഇഷ്യൂ ചെയ്യുന്നതിനേക്കാളും മുമ്പ് തന്നെ നമ്മൾ ഡെപ്പോസിറ്റ് ട്രസ്റ്റീനെ കണ്ടുപിടിക്കണം. എന്നിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം അവരുടെ ഒരു സമ്മതം നമ്മൾ മേടിക്കണം. എന്നിട്ട് അവരായിട്ടൊരു ട്രസ്റ്റ് ഡീഡ് DPT-2 പ്രകാരം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ പത്രത്തിലൊക്കെ പരസ്യം കൊടുക്കാൻ പാടുള്ളൂ, ഞങ്ങൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഈ പറയുന്ന ആൾക്കാരെ നമ്മൾ ട്രസ്റ്റി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യില്ല. ആരൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഈ കമ്പനിയുടെ ഡെപ്പോസിറ്റർ ആണെങ്കിൽ ആ ഡെപ്പോസിറ്ററിനെ പിടിച്ച് നമ്മൾ ട്രസ്റ്റി ആയിട്ട് വെക്കില്ല. അതുപോലെ തന്നെ കമ്പനിയുടെ ഡയറക്ടറോ KMP അല്ലെങ്കിൽ ഓഫീസറോ എംപ്ലോയിയോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ട്രസ്റ്റി ആയിട്ട് വെക്കത്തില്ല. അതുപോലെ തന്നെ കമ്പനിയുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ട് കടം തിരികെ കൊടുക്കാത്ത ആൾക്കാരെ നമ്മൾ ട്രസ്റ്റി ആയിട്ട് വെക്കില്ല. അതുപോലെ തന്നെ മെറ്റീരിയൽ പെക്യുനറി റിലേഷൻഷിപ്പ് കമ്പനി ആയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ട്രസ്റ്റി ആയിട്ട് വെക്കില്ല. മെറ്റീരിയൽ പെക്യുനറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാമ്പത്തിക ഇടപാട് അങ്ങനത്തെ ഒക്കെ ബന്ധം പുലർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ ട്രസ്റ്റി ആയിട്ട് നിയമിക്കില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ ആൾക്കാരുടെ റിലേറ്റീവ്സിനെ നമ്മൾ ട്രസ്റ്റി ആയിട്ട് വെക്കില്ല. പിന്നെ ഈ ഗ്യാരണ്ടി അറേഞ്ച്മെൻറ്റ് അത് സംബന്ധിച്ചായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ട്രസ്റ്റി ആയിട്ട് നിയമിക്കില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ട്രസ്റ്റി. അടുത്ത ഡ്യൂട്ടീസ് ഓഫ് ട്രസ്റ്റീസ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെപ്പോസിറ്റ് റീപേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ആവശ്യമുള്ള അസറ്റ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം ട്രസ്റ്റി. സെക്കൻഡ് ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്രത്തിലും ഒക്കെ നമ്മൾ പരസ്യം കൊടുക്കുമല്ലോ,
ആ പരസ്യം കൊടുത്ത ഇൻഫോർമേഷൻസ് കറക്റ്റാണോ സത്യമാണോ എന്നും കൂടി ഉറപ്പ് വരുത്തണം. പിന്നെ അടുത്തത്, ഈ കമ്പനി ഏതെങ്കിലും നിയമം തെറ്റിച്ചിട്ടുണ്ടോ എന്നും കൂടി അന്വേഷിക്കണം. അതുപോലെ എന്തെങ്കിലും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള റെമഡിയൽ ആക്ഷൻസ് എടുത്തിട്ടുണ്ടോ എന്നും കൂടി നോക്കണം. പിന്നെ ഇടയ്ക്ക് ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. ഡെപ്പോസിറ്റേഴ്സിൻ്റെ താല്പര്യത്തെ സംരക്ഷിക്കണം. അതുപോലെ തന്നെ അവരുടെ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഡെപ്പോസിറ്റ് കമ്പനി സ്വീകരിക്കുന്ന സമയത്ത് സെക്യൂരിറ്റി വെക്കണമല്ലോ, സെക്യൂരിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീനെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യണം, അവരെ ഒന്ന് സഹായിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഡ്യൂട്ടീസ് ഓഫ് ട്രസ്റ്റീസ്. ഇനി അടുത്ത മീറ്റിംഗ് ഓഫ് ഡെപ്പോസിറ്റേഴ്സ്. അപ്പോൾ ട്രസ്റ്റിയാണ് ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്. എന്നിട്ട് ട്രസ്റ്റി മീറ്റിങ്ങിൽ പറയും, കമ്പനി ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ വെക്കാൻ പോവാണ്. അതായത് ഈ പറഞ്ഞ ഡെപ്പോസിറ്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ, അതിൽ ടെന്യൂർ പീരീഡിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് ചേഞ്ചസിനെ പറ്റി എല്ലാം ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യും. അത് ഡെപ്പോസിറ്റേഴ്സ് ഇതെല്ലാം കേട്ടിട്ട് ഡെപ്പോസിറ്റേഴ്സിൻ്റെ 1/10 ഡെപ്പോസിറ്റേഴ്സ് അത് ഓക്കെ പറയുകയാണെങ്കിൽ മാത്രമാണ് അത് അപ്രൂവ് ആവുള്ളൂ, അത് വാലിഡ് ആവുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഡെപ്പോസിറ്റ് റീപേയ്മെൻറ്റ് റിസർവ് അക്കൗണ്ട്, പിന്നെ രജിസ്റ്റർ ഓഫ് ഡെപ്പോസിറ്റ്. ഇനി അടുത്തത് ഡാമേജസ് ഫോർ ഫ്രോഡ്, സെക്ഷൻ 75. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഇത്രേ ഉള്ളൂ. അതായത് ഡെപ്പോസിറ്റേഴ്സിനെ മനഃപൂർവ്വം പറ്റിക്കുന്ന രീതിയിൽ അവരുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കും, എന്നിട്ട് ഡെപ്പോസിറ്റ് തിരിച്ച് റീപേയ്മെൻറ്റ് ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്ന കമ്പനീസ് ഉണ്ടെങ്കിൽ അവർക്കാണ് ഈ സെക്ഷൻ 75 അപ്ലൈ ചെയ്യണത്, ആപ്ലിക്കബിൾ ആവുന്നത്. പിന്നെ പറഞ്ഞത്, അങ്ങനത്തെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഓഫീസേഴ്സിനും ഈ ഡെപ്പോസിറ്റേഴ്സിന് എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ നഷ്ടപരിഹാരം തുക കൊടുക്കേണ്ട ഫുൾ റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇത് പിന്നെ പെനാൽറ്റിയാണ്, അത് ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടുപോവാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. താങ്ക് യു.